ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ എന്നും ഹായ് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മടുത്ത് കാണുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ പുതിയൊരു ഡയലോഗ് ഇറക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മോരിട്ടിട്ട് വെള്ളരിക്കായ മോരും കൂടെ വെച്ചിട്ട് നമുക്കൊരു പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ വെള്ളരിക്ക എടുത്ത് അരിഞ്ഞ് ഒരു കുക്കറിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളക്, ഒരു 4-5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർക്കണം. അപ്പോൾ ഒരുപാട് വെള്ളം വെക്കേണ്ട, ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, അതായത് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഒരു നികന്ന് നിൽക്കുന്ന ഒരു പാകം ഉണ്ടല്ലോ, അപ്പോൾ അത്രയും മതിയാവും. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേണ്ട ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കതേ വിസിലടുപ്പിക്കാം. ഒരു 1-2 എണ്ണം മതിയാവും. കാരണം ഇത് അധികം വേവില്ലാത്ത ഐറ്റം ആയതുകൊണ്ട് തന്നെ 1-2 വിസിലൊക്കെ അടിച്ചിട്ട് അത് എയർ കളയാതെ നമ്മൾ വെച്ചാൽ മതി. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അതിനുള്ള മസാലയൊക്കെ റെഡിയാക്കാം. അപ്പോൾ അതേ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതേ കുക്കറിൽ അത് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പ്രഷറൊക്കെ തുറന്ന് വിട്ടിട്ട് സംഭവം വേണ്ട സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇനി അതിനുള്ള മസാല എങ്ങനെയാണെന്ന് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചമുളക്, ഉള്ളി, കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പം ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് കടുക് ഇതിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഓൾറെഡി നമ്മൾ കടുക് ജസ്റ്റ് ഞാൻ താളിക്കുന്നുണ്ട് ലാസ്റ്റ്, അതുകൊണ്ട് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നില്ല. പച്ചമുളക്, ഉള്ളി, പച്ചമുളക്, ഉള്ളി, കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. അപ്പോൾ ഒന്ന് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വഴരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള ഒരു കൂട്ട് തയ്യാറാക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ എടുത്തിട്ടുണ്ട്, ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. അപ്പോൾ അരഞ്ഞ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മഞ്ഞൾ കുറച്ചേ ഇട്ടിരിക്കുന്നത്, കാരണം ഓൾറെഡി നമ്മൾ ആ ഒരു വെള്ളരിക്കകത്ത് മഞ്ഞളിട്ടാണല്ലോ വേവിച്ചിരിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് മഞ്ഞ കളറായിപ്പോൾ. അപ്പോൾ നമ്മുടെ ആ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് നമ്മൾ ആ ചട്ടിയിലുള്ള ആ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പം നന്നായിട്ട് ആ ഒരു തേങ്ങയൊക്കെ വേകുന്ന ആ ഒരു ടൈം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തേങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളരിക്ക ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയൊക്കെ വന്ന് ഓൾറെഡി അത് വെന്തിരിക്കുന്ന സാധനം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിളയ്ക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട ഇത് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ നമ്മുടെ ആ ഒരു വെള്ളരിക്കകത്തൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് വരണം. അപ്പോൾ അതുവരെ അപ്പോൾ അതായി വരുന്ന ടൈം ആകുമ്പോഴേക്കും ഞാൻ ഇവിടെ ഒരു മിൽമായുടെ തൈരാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അധികം ഒരുപാട് പുളിയുള്ളതില്ല, എന്നാലും ഏകദേശം ഇച്ചിരി പുളിയുണ്ട്. കാരണം നമ്മൾ ആ തേങ്ങയൊക്കെ അരച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഒത്തിരി പുളി ഉണ്ടെങ്കിലും അറിയത്തില്ല. അപ്പോൾ നല്ല ഒന്ന് ജസ്റ്റ് ഒത്തിരി കട്ടയുള്ളതാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ തിളച്ച് വന്ന മിക്സിലേക്ക് നമ്മുടെ ഈ ഒരു തൈര് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ തൈരൊക്കെ ഒരുപാട് തിളച്ച് പോവരുതെന്നാണ് പറയുന്നത്, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പം ഇത് ഇളക്കി കൊടുക്കാതിരിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും. അപ്പം കൈവിടാതെ നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പം ഏകദേശം ഇത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, തൈര് പിരിഞ്ഞു പോകും നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്കിനി ഇതിവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാ കടുക് വറക്കുന്ന പോലെ തന്നെ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക, ഇച്ചിരി ഉലുവായും കൂടെ ഇട്ട് വറ്റൽമുളക്, ഉള്ളിയും കൂടെ ഇട്ട് മൂപ്പിക്കുക. പിന്നെ അതിലേക്ക് അതൊന്ന് അടുപ്പിൽ നിന്ന് വാങ്ങിയതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടെ അതിൻ്റെ മുകളിലേക്ക് തൂക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേണ്ട് ഇങ്ങനൊരു കളർ കിട്ടും കേട്ടോ. ഈ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് ചോറുണ്ടാകും തോന്നും. അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും ചെയ്യുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.